ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ഒരു പരാമർശം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി രാഹുൽ ഗാന്ധി നടത്തിയ രാജ്യവിരുദ്ധ പരാമർശങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? അതും വലിയ വിവാദമായതാണ്, കോളിളക്കം ഉണ്ടാക്കിയതാണല്ലേ? അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലമുള്ള ഒരാൾ വീണ്ടും അത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇൻറ്റൻഷനലി തന്നെയാണ്, അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നാക്കുപിഴ വന്നതല്ല. അദ്ദേഹം സമയമെടുത്താണ് അങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. രാജ്യവിരുദ്ധതയിൽ നിന്ന് രാഹുൽ എന്ന അധ്യായത്തെ അടർത്തി മാറ്റാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ്. തീർച്ചയായും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. ഈ നമ്മൾ തന്നെ ഭാരതം സ്വീകരിച്ചിരിക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ മാതൃക എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിലവിലുള്ള വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയാണ്. അവിടെ ഹിസ് മാജസ്റ്റീസ് റൂളിംഗ് പാർട്ടി ആൻഡ് ഹിസ് മാജസ്റ്റീസ് ഓപ്പോസിഷൻ. അപ്പോൾ റൂളിംഗ് പാർട്ടി ആണെങ്കിലും അതിൻ്റെ നേതാക്കൾ, ഭരണകൂടം അതിൻ്റെ നേതാക്കൾ, അതുപോലെ പ്രതിപക്ഷ നേതാവ്, ഇതെല്ലാം തന്നെ ഒരൊറ്റ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന സംവിധാനത്തിൻ്റെ ഇൻറ്റഗ്രൽ പാർട്ടാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ രാജ്യത്തിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ രാജ്യം മുഴുവൻ കാതോർത്ത് കേൾക്കും. അതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിമർശന വിധേയമാകും. ഗവൺമെൻറ് മാത്രമല്ല, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മാത്രമല്ല, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവും വിമർശനത്തിന് അതീതനല്ല. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധി ഡെലിബറേറ്റായി ഇങ്ങനെയൊരു പരാമർശം നടത്തിയോ എന്നതാണ് ചോദ്യം. ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് അദ്ദേഹം ഏറ്റവും അവസാനം സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പോയ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം സിഖുകാർക്കെതിരെ, അതായത് സിഖുകാർ ഇന്ത്യയിൽ പീഡനം അനുഭവിക്കുന്നു, അവർ 2ാം ക്ലാസ് പൗരന്മാരായി മാറുന്നു, വ്യാപകമായ. അപ്പോൾ ഇന്ത്യയെ വിദേശത്ത് മോശമായി ചിത്രീകരിച്ചു എന്ന ഒരു ആരോപണം ഉണ്ടായി. അത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് അത് സംഭവിച്ചത്. ഇവിടെയും ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് ശ്രീ മോഹൻ ഭാഗവത് നടത്തിയ ഒരു പരാമർശം, അതിനെതിരെയുള്ള ഒരു കടന്നാക്രമണത്തിൻ്റെ മധ്യയാണ് സംഭവിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ, ഞാൻ ആ മുഴുവൻ പ്രസംഗവും 17 മിനിറ്റ് പ്രസംഗം അത് പൂർണ്ണമായിട്ട് അത് മുഴുവൻ അത് നന്നായി കേട്ടു. പക്ഷെ വളരെ നിർത്തി സ്വാഭാവികമായ തന്മയത്വത്തോടു കൂടിയാണ് പറയുന്നത്, അല്ലാതെ വലിയ വൈകാരിക വിക്ഷോഭത്തോടു കൂടി സംസാരിക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ ശാന്തനായി, വളരെയധികം വാക്കുകൾക്കിടയിൽ അകലം പാലിച്ചുകൊണ്ട് തന്നെ അളന്നു കുറിച്ച വാക്കുകളിൽ സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ഒരു അന്തസത്ത, അതാണല്ലോ നമ്മുടെ പരാമർശ വിഷയം. അവിടെയാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു കരുതിക്കൂട്ടി അങ്ങനെ രാഹുൽ ഗാന്ധി ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി വേണ്ട ഗൃഹപാഠം നടത്തേണ്ടതായിരുന്നു. ഇവിടെ നമ്മൾ ഒരു പരിധിവരെ ഞങ്ങളൊക്കെ പറയും പിണറായി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ എന്ന് പറയുന്നത് പോലും ടെക്നിക്കലി കറക്റ്റല്ല. കാരണം ഗവൺമെൻറ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ആകത്തുകയാണ്. അതായത് നിയമനിർമ്മാണ വിഭാഗം, അതായത് ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവിന് തലവൻ മാത്രമാണ് പ്രധാനമന്ത്രി. അതും റിയൽ എക്സിക്യൂട്ടീവിന് തലവനാണ് പ്രധാനമന്ത്രി, മന്ത്രിസഭയുടെ തലവൻ. അതുപോലെ ജുഡീഷ്യറി. അപ്പോൾ തത്വത്തിൽ പറഞ്ഞാൽ കോടതി സംവിധാനവും സുപ്രീം കോടതിയും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ കോടതിയെ ഒരിക്കലും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരെടുത്ത് നമ്മൾ ആ ഗവൺമെൻറ് എന്ന് നമ്മൾ പറയാറില്ല. അല്ലെങ്കിൽ പാർലമെൻറ്റ് സ്പീക്കറുടെ പേരെടുത്ത് പറഞ്ഞ് ഓം ബിർള സർക്കാർ നമ്മൾ പറയാറില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുമ്പോൾ ആ സർക്കാരിൽ ഒരുപക്ഷെ എക്സിക്യൂട്ടീവിന് പ്രാധാന്യം ലഭിക്കുന്നു. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പോലും എക്സിക്യൂട്ടീവിന് പ്രാധാന്യം ലഭിക്കുന്നത് കൊണ്ട് നമ്മൾ മോദി സർക്കാർ എന്ന് പറയുന്നു. അത് അനുവദനീയമായ ഒരു കാര്യമാണ്, അത് അണ്ടർസ്റ്റുഡാണ്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ രാജ്യമായി ആരും ഇതുവരെ ഇക്വേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഭംഗ്യാന്തരേണ ലൂയി 14 കാര്യം പറയുന്നത്. അതൊരു ഏകാധിപത്യ സംവിധാനം. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് കോടതി ബാധകമല്ല, എനിക്ക് മറ്റൊന്നും ബാധകമല്ല, ഞാനാണ് എല്ലാം രാജ്യത്തിൻ്റെ വിധാതാവ് ഞാനാണ് എന്നാണ്. ആ അർത്ഥത്തിലല്ലല്ലോ ഈ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ വിമർശനത്തിന് അതീതനല്ല എന്നതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സാർ, ഈ സ്റ്റേറ്റ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് എ നേഷൻ ഓർ ടെറിട്ടറി കൺസിഡേർഡ് ആസ് എൻ ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി അണ്ടർ വൺ ഗവൺമെൻറ്.
അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ. സ്റ്റേറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർഗനൈസ്ഡ് അണ്ടർ എ ഗവൺമെന്റ്, അല്ലേ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ എ ടെറിട്ടറി ഓർഗനൈസ്ഡ് അണ്ടർ എ ഗവൺമെന്റ് വിത്ത് സോവറിറ്റി. അതാണ് ഈ 4 കാര്യങ്ങൾ ഉണ്ടാകണം. ഭൂമി ഇല്ലാതെ ഒരു രാജ്യമില്ല. ഇസ്രായേൽ എന്ന രാജ്യം ഈ ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതൊരു സങ്കല്പമായി, ഒരു സയൻസ് മൂവ്മെൻ്റായും സങ്കല്പമായും ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ അത് രാജ്യമായില്ല. 48-ലാണല്ലോ ഭൂമി ഉണ്ടായത്. അപ്പം ടെറിട്ടറി ഭൂമി വേണം, ജനങ്ങളുണ്ടാകണം. ആ ജനങ്ങളെ ഭരിക്കുന്ന സർക്കാർ ഉണ്ടാകണം. ആ സർക്കാർ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലായിരിക്കണം പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പ്രാധാന്യമില്ല. ഈ 4 കാര്യങ്ങളും ഉണ്ടാകണം. ഒരു കാര്യം കൂടി ചേർത്താൽ നേഷനായി. നേഷൻ ആകണമെങ്കിൽ നമ്മൾ ഒന്നാണ്. നേഷൻ സ്റ്റേറ്റ് ആകണമെങ്കിൽ നമ്മൾ ഒന്നാണ്. എല്ലാ ഭാരതീയരും ഒന്നാണെന്ന് പറയുമ്പോൾ ഇന്ത്യ സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യ ഒരു നേഷനായി മാറുകയാണ്. നേഷൻ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റാണ്. അപ്പോൾ 5 ഘടകങ്ങളുണ്ട്. നാഷണലിസം, ദേശീയത, കൂടെ ഈ നേഷൻ്റെ പ്രത്യേക ദേശീയത, അതുകൂടി ചേരുമ്പോഴാണ് നമ്മൾ ഒന്നാകുന്നത്. ഇവിടെ ശ്രീ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയ്ക്ക് എനിക്ക് തോന്നുന്ന 3 ഡയമെൻഷൻസ് ഉണ്ട്. അതാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള കാരണം. അതിൽ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചുള്ള വിവക്ഷയാണ്. ഒരു വിവക്ഷ പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ഇൻഡിപെൻഡൻസ് ഈസ് വൺ പൊളിറ്റിക്കലി. അതൊരു പോരാട്ടം, സഹന സമരമാണ്, പോരാട്ടമാണ്. അത് 47-ൽ അതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചു. പൊളിറ്റിക്കലി ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. അതില്ല എന്ന് പറയാനാവില്ല മോഹൻ ഭഗവത്ജിക്കാകട്ടെ, ആർക്കും പറയാനാവില്ല. നരേന്ദ്രമോദിജിക്കാകട്ടെ, ആർക്കും, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിജിക്കാകട്ടെ പറയാനാവില്ല. പക്ഷേ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തുടരുന്നൊരു പോരാട്ടമാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപും അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് ഉള്ളിലും നടക്കുന്ന പോരാട്ടമാണ്. അസമത്വങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടം. അതൊക്കെ ദേശവിരുദ്ധ ശക്തികളാണ്. ഈ ദേശവിരുദ്ധ ശക്തികൾ രാജ്യത്തിനുള്ളിലുണ്ട്. അത് പല രൂപത്തിൽ, ജാതീയതയുടെ വേർതിരിവിൻ്റെ രൂപത്തിലാകാം, പാർശ്വവൽക്കരണത്തിൻ്റെ രൂപത്തിലാകാം, സ്ട്രക്ചറൽ വയലൻസിൻ്റെ രൂപത്തിലാകാം. അപ്പം നിരന്തരമായ പോരാട്ടമാണത്. സ്വാതന്ത്ര്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഈ പോരാട്ടങ്ങൾ തുടർന്ന് നടക്കേണ്ട പോരാട്ടമാണ്. മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ ശ്രീ മോഹൻ ഭാഗവത് കൊണ്ടുവരുന്നത് തികച്ചും കൾച്ചറൽ ഡയമെൻഷനാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി, ഭാരതം എന്ന രാജ്യത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകണം, സ്വത്വബോധമുണ്ടാകണം, അഭിമാനബോധമുണ്ടാകണം, ദേശീയത ഉണ്ടാകണം. ആ ദേശീയതയുടെ അടിസ്ഥാനം ഒരു കൾച്ചറൽ നാഷണലിസമാണ്. അതാണ് ഒരുപക്ഷെ RSSൻ്റെ ഐഡിയോളജിയുടെ കാതൽ. അതാണ് ഒരു സാംസ്കാരിക ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു ദേശീയ. അപ്പോൾ ഇവിടെ സെക്യുലറിസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവക്ഷ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൈന്ദവ ദേശീയത, അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നത് ഒരുപക്ഷെ ഡിബേറ്റബിളായിട്ട് നിൽക്കട്ടെ. അത് ബാക്കിയുള്ള ആളുകളും കൂടെ തീരുമാനിക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ ഉൾക്കൊള്ളലിൻ്റെ ഒരു സംസ്കാരം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു നവദേശീയതയുടെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ രാമക്ഷേത്രം ഈ എല്ലാ വിഭാഗം ചിന്തകളെയും ക്രോഡീകരിക്കുന്നു എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് ജനുവരി 22 ഒരു ദേശീയ ദിനമായി, അല്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചത് അപ്പോഴാണ്. ഇന്ത്യക്ക് അസ്തിത്വം ഉണ്ടാകുന്നത്, ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത് അപ്പോഴാണ്. ഇന്ത്യയിൽ അധിവസിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും, ജാതികളും മതവിഭാഗങ്ങളും എല്ലാം തന്നെ ആ അർത്ഥത്തിൽ ഹിന്ദുവാണ്. അല്ല, ഹിന്ദു എന്ന മതമല്ല, മറിച്ച് ഇൻഡസ് റിവർ, സിന്ധു നദി, അങ്ങനെയാണല്ലോ പേർഷ്യൻസ് ആണല്ലോ ആ ഹിന്ദു എന്ന വാക്കുണ്ടായത്. അവർക്ക് ഇൻഡസ് എന്ന റിവർ, അത് ഇവരാണ് ഗ്രീക്കുകാരാണ് ഇൻഡസ് എന്ന റിവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ആയത്, അല്ലേ? മറ്റേത് ഹിന്ദു, സിന്ധു എന്നത് പേർഷ്യക്കാർ ഹിന്ദു എന്ന് പറഞ്ഞിരുന്നു. ഹിന്ദു സകാരം ഹകാരമായി ഉപയോഗിക്കുമ്പോൾ അത് ഹിന്ദു. ആ ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ സിന്ധു നദിയുടെ കിഴക്ക് ഭാഗത്ത് താമസിച്ച ജനസാമാന്യം ഹിന്ദു. അതിനൊരു മതത്തിൻ്റെ പരിപ്രേക്ഷ്യം അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആര്യമതം ആ രൂപത്തിൽ അവിടെ ആഴത്തിൽ വേര് പിടിച്ചിട്ടുമില്ല ആ കാലത്ത് പേർഷ്യൻസ് ആ പദം ഉപയോഗിക്കുമ്പോൾ. പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്ന വിശാലമായൊരു സംസ്കാരത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു. ആ ഇടമുണ്ടാകുന്നില്ല എങ്കിൽ അതിനെ വിമർശനപരമായി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും ഇടമുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഭരണഘടനയിൽ സെക്യുലർ എന്ന വ്യക്തമായ ഒരു വാചകം 1976-ൽ 42-ാം ഭേദഗതിയിലൂടെ എഴുതി ചേർത്തത്. എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്നാണ്. അപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞതിനകത്ത് സെക്യുലറാണ്, ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ സെക്യുലറാണ്, ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഒരു സെക്യുലർ കാഴ്ചപ്പാട് അദ്ദേഹം എടുത്തു പറയുന്നു. എന്നിട്ട് പറയുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരമാകണമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. എന്നാൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി മാസം 22-ാം തീയതി പ്രത്യേകതയാണ്. അത് അദ്ദേഹത്തിന് പറയാം, അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. RSS ഒരു കാര്യം പറയുന്നത് കൊണ്ട് എല്ലാവരും അതുപോലെ അംഗീകരിച്ചു കൊള്ളണമെന്നില്ലല്ലോ. പക്ഷേ ഈ പറയുന്നതെല്ലാം തന്നെ
ഭരണകൂട ഭീകരതയുടെ പര്യായങ്ങളായി ശ്രീ രാഹുൽ ഗാന്ധി കണ്ടപ്പോഴാണ് അതിനുള്ള റിബറ്റൽ വന്നത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ പശ്ചാത്തലത്തിലാണ്, അതുകൊണ്ടാണ് ഇത് വിശദമായ പശ്ചാത്തലം വിവരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നു, നമ്മുടെ ഭരണഘടനയുടെ സ്ഥാപനങ്ങളെല്ലാം, ഇതെല്ലാം ചേർന്നാണല്ലോ ഇന്ത്യ, ഈ സ്ഥാപനങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല, ഭരണഘടന ഇല്ലെങ്കിൽ ഇന്ത്യയില്ല, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നിയന്ത്രണം RSSൻ്റെയും BJPയുടെയും കൈകളിലേക്ക് പതിയെ പതിയെ വന്നിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രമൊന്നാകെ ഈ ശക്തികളുടെ കൈവശത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആക്രമണം ഈ ശക്തികൾക്കെതിരെ മാത്രമല്ല, ആ ശക്തികൾ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാകണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരുപക്ഷെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യക്കെതിരെ ഉണ്ടാകണം ഈ ആക്രമണം അല്ലെ പ്രതിരോധം എന്ന രീതിയിലായി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ലാതെ ഡെലിബറേറ്റ് ആയിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയെ നശിപ്പിക്കാനായി ജോർജ് സോറോസിൻ്റെ കൂടെ കൂട്ടുചേർന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ തെളിവുകളില്ല. പക്ഷേ ജോർജ് സോറോസ് ഒരു വസ്തുതയാണ്. അതെ, അല്ല, എന്നാലും സോറോസ് ആ കണക്ഷനൊക്കെ സോറോസിന്റെ ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. ഒരു നിമിഷം കൊണ്ട് ഞാൻ ജോർജ് സോറോസിന്റെ കാര്യം കൊണ്ട്, സോറോസിന്റെ ഫണ്ട് വാങ്ങുന്നുണ്ടെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ സാർ? അതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും പുറത്തു വന്നിട്ടില്ലേ? ഈ ജോർജ് സോറോസിന് മൂല്യങ്ങളില്ല. അദ്ദേഹം പക്ക ബിസിനസ്സുകാരനാണ്. പണം, ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ഇന്നത്തെ ജീവിക്കുന്ന ഇതിഹാസമാണ് ജോർജ് സോറോസ്. അദ്ദേഹം ഇപ്പോൾ അധിവസിക്കുന്ന അമേരിക്കയിലാകട്ടെ, അദ്ദേഹം കടന്നു വരുന്ന ഹംഗറിയിലാകട്ടെ, അവിടെ ഒന്നും തന്നെ അദ്ദേഹത്തിന് താല്പര്യങ്ങളില്ല. അദ്ദേഹത്തിന് താല്പര്യം ഗ്രോത്ത് ഓഫ് ക്യാപിറ്റൽ. എവിടെയാണോ മൂലധനം നിക്ഷേപിച്ചാൽ അത് മാത്രം. നരേന്ദ്രമോദി ഇരിക്കുന്ന കാലത്തോളം ജോർജ് സോറോസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, മാറി നമ്മുടെ രാഹുൽ അല്ലെങ്കിൽ സോണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. അത് തന്നെയാണ് അങ്ങനെ നേരത്തെ നടന്നിരുന്നു, ഇപ്പം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഇപ്പം ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഷെയ്ഖ് ഹസീന അവിടെ ഇരിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഈ കമ്പനിക്ക്, അതായത് ജോർജ് സോറോസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി ബംഗ്ലാദേശ് ഒരുപക്ഷെ മാറില്ല. അപ്പോൾ ഷെയ്ഖ് ഹസീന അവിടെ മാറേണ്ടത് ജോർജ് സോറോസിൻ്റെ കൂടെ ആവശ്യമായിരിക്കാം. അതിനകത്തൊരു ലോജിക്കുണ്ട്. അതേ ലോജിക്ക് തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാം. നരേന്ദ്രമോദിയുടെ ശക്തമായ സർക്കാർ നിലവിലുള്ളപ്പോൾ അനാരോഗ്യപരമായ രീതിയിലെ ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെ ശക്തമായ കണ്ണുകളിലൂടെ കാണുന്നു, അതായത് റെഗുലേറ്ററി മെക്കാനിസത്തിലൂടെ കാണുന്നു. അതൊരു പക്ഷേ ജോർജ് സോറോസിന് അക്സെപ്റ്റബിൾ ആവില്ല. അങ്ങനെയെങ്കിൽ ലോജിക്കലി വേണമെങ്കിൽ ആരോപിക്കാം, ജോർജ് സോറോസ് ഈ ഭരണകൂടത്തിനെതിരെ, ഈ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന രീതിയിൽ ആരോപിക്കാം. അതിന് കൃത്യമായി ജോർജ് സോറോസ് നയിക്കുന്ന ചില കമ്പനികൾ, ഫണ്ടുകളിൽ ചെറിയ തോതിൽ നിക്ഷേപം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ആ രീതിയിൽ ലിങ്ക് ചെയ്യാവുന്ന കാര്യം. അല്ലാതെ കോൺഗ്രസിന് ഔപചാരികമായ ഫണ്ട് കൊടുത്തതായി എൻ്റെ അറിവിലില്ല. ആ കണക്ഷൻ അവിടെ അല്ല, ഇതെല്ലാം രഹസ്യ ഇടപാടുകളാണല്ലോ.